മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു ബാർബർ ഷോപ്പിൻ്റെ മുന്നിലുള്ള വെയിറ്റിംഗ് ഷെഡിൽ 3 ഡോക്ടേഴ്സ് നിൽക്കുകയാണ്. ആ 3 ഡോക്ടേഴ്സ്, ഒരാൾ ന്യൂറോളജിസ്റ്റാണ്, ഒരാൾ അസ്ഥിരോഗ വിദഗ്ധനാണ്, ഒരാൾ ആയുർവേദ ഡോക്ടറാണ്. അവർ മൂന്നാളും ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് അവിടെ വന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അകലെ നിന്നൊരു മനുഷ്യൻ മുടന്തി നടന്നു വരുന്നു. ഒന്ന് കാല് വലിച്ച് നടന്നു വരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂറോളജിക്കൽ അത്തരം ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മുടന്തി വരുന്നത്. അത് ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിനുള്ളൊരു പ്രോബ്ലമാണ് എന്ന് ന്യൂറോളജിസ്റ്റ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അസ്ഥിരോഗ വിദഗ്ധൻ പറഞ്ഞു, അല്ലല്ല, അദ്ദേഹത്തിന് ജന്മനാ ഉള്ളൊരു പ്രശ്നവുമല്ല, അദ്ദേഹം ഈ അടുത്ത കാലത്ത് സംഭവിച്ച എന്തോ ഒരു ആക്സിഡൻറ്റിൽ ആ എല്ലിന് പറ്റിയ ചില മിസ്റ്റേക്കാണ് ഇങ്ങനെ അദ്ദേഹം നടക്കുന്നതിന് കാരണമായി തീർന്നത്. അപ്പം ആയുർവേദ ഡോക്ടർ പറഞ്ഞല്ലല്ല, അദ്ദേഹത്തിന് വാദസംബന്ധമായ അസുഖമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മുടന്തി വരുന്നത്. അപ്പം ഇവർ ജസ്റ്റ് ചെറിയ തർക്കം. അപ്പോൾ ആ സമയത്ത് ആ തൊട്ടുപിന്നിലെ ബാർബർ ഷോപ്പിൻ്റെ ഉടമ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഡോക്ടേഴ്സ് ഇങ്ങനെ തർക്കിക്കേണ്ട ആവശ്യകതയില്ലല്ലോ, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അടുത്തെത്തുമല്ലോ, ആ സമയത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ഈ 3 പേരും ഒരേ സ്വരത്തിൽ, ഒരു ഡോക്ടർ ന്യൂറോളജിക്കൽ പ്രശ്നമല്ലേ, മറ്റേ ഡോക്ടർ അസ്ഥി പ്രശ്നമല്ലേ, മറ്റേ ഡോക്ടർ വാദമല്ലേ, അങ്ങനെ 3 പേരും എന്താണ് ഒറ്റ ശ്വാസത്തിൽ അത് ചോദിച്ചുകൊണ്ട്, അല്ലേ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടർമാർ, എൻ്റെ കാലിനൊരു കുഴപ്പമില്ല, എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി തൊട്ടപ്പുറത്ത് വെച്ചൊന്ന് പൊട്ടിപ്പോയി, അപ്പോൾ തൊട്ട് അടുത്തുള്ള ചെരുപ്പ് കുത്തിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കാമെന്ന് കരുതിയെന്ന്. പലപ്പോഴും നമ്മിലെല്ലാവരും ഇവരുണ്ട്, നമ്മിലെല്ലാവരിലും അവനുണ്ട്, നമ്മിലെല്ലാവരിലും അവളുണ്ട്, നമ്മിലെല്ലാവരിലും ഇവരുണ്ട്. അതായത് നാം ഇന്നലെ വരെ പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചാണ്, നാം ഇന്നലെ വരെ അറിഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ചായിരിക്കും നാം ഓരോ സംഭവ വികാസങ്ങളെയും ഓരോ കാര്യങ്ങളെയും ഓരോ പഠനങ്ങളെയും ഒക്കെ പലപ്പോഴും നാം അനലൈസ് ചെയ്യുന്നത്, പഠിക്കുന്നത്, അല്ലെങ്കിൽ നാം വിലയിരുത്തുന്നത് നാം ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങളെ വെച്ച്. അത് നമുക്ക് ലോകത്തേക്ക് നിരീക്ഷണ പാഠവത്തോടെ നോക്കിയാൽ കാണാൻ കഴിയും. എത്രയോ ആളുകളാണ് സാധാരണക്കാർക്ക് പോലും ശരിയെന്ന് മനസ്സിലാകുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ പോലും അവർ പഠിച്ച ആംഗിളിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാണുക. അതിൻ്റെ പേരാണ് മുൻവിധി. അതൊരു തരം മുൻവിധിയാണ്. അവർ ഇത്രയും കാലം പഠിച്ച ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ലോകത്തെയും ലോകത്തുള്ള പലതിനെയും അല്ലെങ്കിൽ ചിലതിനെയെങ്കിലും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. നിങ്ങൾക്കത് കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. നമ്മിലെല്ലാവരിലുമുണ്ട്. അപ്പോൾ നമ്മിലും ആ ഒരു കാര്യമുണ്ട്, ആ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു മറുവശം കൂടെ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ ധാരണകൾ പൂർണ്ണമായും ശരിയാണ് എന്ന് ചിന്തിച്ചു പോകുമ്പോഴാണ് നമുക്ക് പുതിയ ശരിയായ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ അറിവുകൾ മാറ്റാൻ കഴിയാതെ വരുന്നതും, പുതിയ ശരിയായ അറിവുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നതും, സ്വീകരിക്കുന്നത് പോയിട്ട് അതൊന്ന് കാണാൻ പോലും കഴിയാതെ പോകുന്നതും, ആ ശരിയായ അറിവുകൾ കാണാൻ കഴിയാതെ പോകുന്നതും, നാം ഇന്നലെ വരെ നേടിയ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം ലോകത്തെയും ലോകത്തുള്ള സകലതിനെയും അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെങ്കിലും നമുക്കൊരു പക്ഷേ ആവശ്യമായേക്കാവുന്ന കാര്യങ്ങളെങ്കിലും അത്തരം മുൻവിധിയോടെയും നാം പഠിച്ചു വെച്ച കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന നാം പഠിച്ചു വെച്ച കാര്യങ്ങൾക്കുള്ളിലെ ആ ആംഗിളിൽ മാത്രം നോക്കിക്കാണുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയാതെ പോകുന്നത്. അത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും പഠിക്കാം. നമുക്ക് നേരത്തെ ഒരിക്കൽ ആ ചെരുപ്പ് കമ്പനി എക്സിക്യൂട്ടീവ്സിൻ്റെ ഉദാഹരണം പറഞ്ഞിരുന്നത് പുതിയ ബാച്ചുകാർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ അത് ഒരിക്കൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ലോകത്ത് നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ഇതൊരു കെട്ടുകഥയാണെങ്കിലും ഇതൊക്കെ ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നാം എപ്പോഴും യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കുക. നമ്മുടെ ഇന്നലെ വരെയുള്ള അറിവുകളിൽ നമ്മൾ ഭ്രമിക്കാതിരിക്കുക. അതിനപ്പുറവും ശരികളുണ്ടോ എന്നുള്ള അന്വേഷണ മനോഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത് സാമ്പത്തികമായി ഉയരാനുള്ള മാർഗ്ഗങ്ങളുമായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അത്രയും അറിവില്ലാത്ത കഠിനാധ്വാനികളല്ലാത്ത മനുഷ്യർ പോലും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആ 10% ധനിക ഗണത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. എല്ലാ തെറ്റിദ്ധാരണകളും മുൻവിധികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ സ്വയം ഗുണ്ടായുസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ ലോകത്തെ നോക്കിക്കണ്ടുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അർഹതയാണ്, നിങ്ങളുടെ അവകാശമാണ്. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ, അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭദിനം.